ഇപ്പോൾ ഇത് ആദ്യമായി കണ്ട ഈ വിദ്യാർത്ഥികളായ നാട്ടുകാരായ ആളുകളുണ്ട്. നിങ്ങൾ എന്താണ് കാണുന്നത്? ഫസ്റ്റ് നമ്മൾ ചിറ്റൂര് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇവർ ഫ്രണ്ട്സ് 6 പേര് മറ്റേ ഒരു 4 പേര് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൗതം പാതി എന്താ പറഞ്ഞാൽ പാതി വെള്ളത്തിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താ ഇതിൽ പിടിച്ചു നിൽക്കായിരുന്നു അല്ലല്ല പോയി ആളുടെ കൈ മാത്രമാണ് അവരുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇറങ്ങിയിട്ട് അവർ കൂടെ പിടിച്ച് സഹായിച്ചു നിന്ന് എന്നിട്ട് അത്ര നേരം ഹോൾഡ് ചെയ്ത് നിന്നാണ്. ആള് വിട്ടു പറഞ്ഞാൽ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ ആകെ അബോധാവസ്ഥയിലായിരുന്നു ആള്. കുറച്ച് നല്ല ആവശ്യം നിലയിലായിരുന്നു. അപ്പോൾ നമ്മൾ കഴിവതും പിടിച്ച് നിന്നിട്ട് പിന്നെ ഫയർഫോഴ്സിനെ വിളിക്കാമെന്ന് ഫയർഫോഴ്സിനെ വിളിച്ച് ബാക്കി അവർ വന്നിട്ടാണ് ആളെ ഒന്ന് കരയ്ക്ക് കയറ്റിയത്. അതുവരെ ഈ പെൺകുട്ടികളൊക്കെ ആയിരുന്നു പിടിച്ചു നിന്നിരുന്നത്. പെൺകുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ആയിരുന്നു പിടിച്ചു നിന്നിരുന്നത്. അപ്പൊ പിന്നീട് ഫയർഫോഴ്സ് വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അതെ, അവർ വന്നിട്ട് അതിന്റെ രക്ഷാ നടപടികൾ നടത്തി അവർ കയറ്റി. ആ സമയത്ത് തന്നെ ഈ കുട്ടിയും പോയിരുന്നു അല്ലേ? അയാൾ പോയിട്ട് ഒരു 10 മിനിറ്റ് ആയി എന്നാണ് അവന്റെ ഫ്രണ്ട്സ് നമ്മളെ അറിയിച്ചത്. ഒരാൾ ഉള്ളിൽ പോയിട്ടുണ്ട്, 10 മിനിറ്റ് ആയി എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് രണ്ടുപേരും ഒരേ സമയത്ത് അപകടത്തിൽപ്പെട്ടു. ഈ അരുൺകുമാറിനെ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല. അത്ര നേരം അരുൺകുമാറിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഗൗതമിനെ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് നിന്നപ്പോൾ ഞങ്ങളും കൂടി വന്നപ്പോൾ പിന്നെ ആൾക്കാരെ വിളിച്ച് ലാസ്റ്റ് അത്ര നേരം നമ്മൾ പിടിച്ചു നിർത്തുകയായിരുന്നു. പിന്നെയാണ് ഫയർഫോഴ്സ് വന്നിട്ട് നടത്തിയത്. സൈഫുദ്ദീൻ, ഇതാണ് ഇപ്പോൾ ഈ ഗൗതം എന്ന ഈ വിദ്യാർത്ഥിയെ ഈ കരയ്ക്ക് കയറ്റി ഇവിടെ പിടിച്ചു നിൽക്കുകയായിരുന്നു. ഈ ആളുകൾ നിൽക്കുന്ന ഇങ്ങനത്തെ ഈ ഭാഗത്ത് പിടിച്ച് അവരുടെ സുഹൃത്തുക്കൾ പിടിച്ച് നിർത്തിയതായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിട്ടും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ അരുൺ എന്ന വിദ്യാർത്ഥി ഇതിനകത്തുകൂടി കോസ്വേക്ക് അകത്തുകൂടിയുള്ള ആ ഗ്യാപ്പിനകത്തുകൂടി പോയിട്ടുണ്ട്. ഈ ഗ്യാപ്പിനകത്ത് സ്കൂബ ടീം ഇറങ്ങി വിശദമായ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ നമ്മോട് നേരത്തെ ഈ പങ്കുവെച്ചത് ഈ ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ പുഴയുടെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയാണ് പറയുന്നത്. കാരണം ആളിയാർ ഡാം തുറന്ന് അതിശക്തമായ രീതിയിലാണ് വെള്ളം ഒഴുകുന്നത്. ശക്തമായ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് തങ്ങി നിൽക്കാനുള്ള സാധ്യതയില്ല, ഒഴുകി പോയിരിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. എന്തായാലും ഈ അരുൺകുമാറിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, ഫയർഫോഴ്സിൻ്റെ സ്കൂബ ടീമെല്ലാം തന്നെ ഈ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അത്രമേൽ ഉള്ള ഒരു കുത്തൊഴുക്കാണ്. ഓക്സിജൻ സിലിണ്ടറും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ഗ്യാപ്പിനകത്തേക്ക് കയറി ഈ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി പുഴയുടെ മറ്റ് ഭാഗങ്ങളിൽ കൂടി വിശദമായ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ ഉള്ള പരിശോധനകൾ തുടരുകയും ചെയ്യും. മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. കാലാവസ്ഥ അനുകൂലമാണ് നിലവിൽ. ഈ തമിഴ്നാട്ടിലെ പ്രത്യേകിച്ച് കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാച്ചിയിൽ നിന്നുമെല്ലാം നിരവധി വിദ്യാർത്ഥികളാണ് ഈ ചിറ്റൂര് ഭാഗത്തേക്ക് സ്ഥിരമായി എത്താറുള്ളത്, പുഴയിൽ കുളിക്കുന്നതിനും മറ്റും എത്താറുള്ളത്. ഇതിൽ ഈ തടയണയിൽ ഇറങ്ങുകയും തടയണയിലൂടെ വളരെ ഒറ്റ നോട്ടത്തിൽ വളരെ സുരക്ഷിതമാണ് എന്ന് തോന്നും. പക്ഷേ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഈ തടയണയ്ക്ക് അടിയിലുള്ള ആ ഗ്യാപ്പിലേക്ക് കയറുകയായിരുന്നു. അതിൽ ഗൗതം എന്ന വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. തമിഴ്നാട് നെൽവേലി സ്വദേശിയും കോയമ്പത്തൂർ കർപ്പകം കോളേജ് വിദ്യാർത്ഥിയുമായ അരുണിന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്യാപ്പിനകത്തേക്ക് കയറി വിശദമായ പരിശോധന നടത്തി കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോഴും ആ ഭാഗത്ത് തന്നെ ലഭ്യമാകുമോ എന്നുള്ള ഒരു പരിശോധനയാണ് സ്കൂബ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗൗതത്തെ കിട്ടുമ്പോൾ തന്നെ മരിച്ചിരുന്നോ സാജിദ്? ഈ ഗൗതത്തെ രക്ഷാപ്രവർത്തകർക്ക് കിട്ടുന്നതിന് മുമ്പ് ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പേ മരിച്ചിരുന്നോ? സൈഫുദ്ദീൻ ഇല്ല, അത് അബോധാവസ്ഥയിലായിരുന്നു. പക്ഷേ ജീവൻ ഉണ്ടായിരുന്നു. ഈ കൃത്യമായി ആശുപത്രിയിൽ എത്തി കുറച്ച് സമയത്തിന് ശേഷമാണ് മരിക്കുന്നത്. ഈ ഗൗതം ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരിക്കുന്നത്. അതായത് ഗൗതമിനെ ഈ തല പുറത്തായിരുന്നു, അതായത് വെള്ളത്തിന് പുറത്തായി കഴുത്തും ശരീരത്തിൻ്റെ കുറച്ച് ഭാഗവും കാണുന്നുണ്ടായിരുന്നു. സുഹൃത്തുക്കളായ ആളുകൾ അവിടെ പിടിച്ചു നിർത്തി ഈ പാലത്തിന് മുകളിലൂടെ പോകുന്ന യാത്രക്കാരോട് ഈ രക്ഷപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് നമ്മോട് നേരത്തെ സംസാരിച്ച ആ യുവാക്കൾ ഇറങ്ങി വരികയും മറ്റ് ആളുകളുടെ സഹായത്തോടു കൂടി വലിച്ച് മുകളിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റിയത്. അപ്പോൾ തന്നെ അവശ നിലയിലായിരുന്നു ഗൗതം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് കുറച്ച് സമയത്തിന് ശേഷമാണ് ഗൗതമൻ്റെ മരിച്ച